എന്തധികാരമാണോ കയ്യിലുള്ളത് അത് വെച്ച് തകർത്തെറിയണമെന്നാണ് ലോകരാജ്യങ്ങളോട് പ്രിയങ്ക പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടിനെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക സംസാരിക്കുന്നത്. ഇന്നും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സമൂഹം അന്നത്തിനും ഭക്ഷണത്തിനും എന്തിന് ജീവന് വേണ്ടി തന്നെ പോരാടുകയാണ്. അവിടെ ഇസ്രായേലിന്റെ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നതിൽ എന്ത് മനുഷ്യത്വമാണ് ഉള്ളത് എന്ന തരത്തിലാണ് പ്രിയങ്ക ചോദ്യങ്ങൾ ചോദിച്ചു വെക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും സ്വീകരിച്ച നിലപാട് കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതേസമയം നെതന്യാഹുവിന്റെ US സന്ദർശനത്തെ തുടർന്ന് അമേരിക്കയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ടായി. എന്നിരുന്നിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അമേരിക്കയിൽ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിച്ചു എന്നതും പ്രിയങ്ക ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ നീക്കത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നെതന്യാഹുവിൻ്റേത് പ്രാകൃത സർക്കാരാണ്. അങ്ങനെയുള്ള ഒരു സർക്കാരിനാണ് ലോകരാഷ്ട്രങ്ങൾ നിരുപാധികം പിന്തുണ നൽകുന്നത്. US കോൺഗ്രസിൽ നെതന്യാഹുവിന് കിട്ടിയ കയ്യടികൾ തുറന്നു കാണിക്കുന്നത് നാഗരികതയും പ്രാകൃതവും തമ്മിലുള്ള വ്യത്യാസത്തെയുമാണ് എന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതു മുതൽ കോൺഗ്രസ് ഇസ്രായേലിനും നെതന്യാഹുവിനുമെതിരെ വിമർശനം ഉയർത്തുന്നുണ്ട്. പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് വളച്ചൊടിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇസ്രായേലിന് നിലവിൽ ഇപ്പോൾ പിന്തുണ നൽകുന്നത് എന്നും പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്ത്യക്കകത്ത് രണ്ട് തട്ടിലാണ് കാര്യങ്ങൾ. ഒന്ന് മോദി സർക്കാരിന്റെ പിന്തുണയ്ക്കൽ നയം, മറ്റൊന്ന് ഇന്ത്യ മുന്നണി അടക്കമുള്ളവർ അതിനെ എതിർക്കുന്ന നയവും. കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് അടിച്ചമർത്തപ്പെട്ട പലസ്തീനെ പിന്തുണയ്ക്കുകയാണ് പതിവ്. എന്നാൽ അമേരിക്കയോടൊപ്പം ചേർന്ന് ഇത്തവണ ഇന്ത്യ എടുത്ത നിലപാട് നെതന്യാഹുവിന് കൈയടിക്കുക എന്നതാണ്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ലോക ഒളിമ്പിക്സ് മത്സരത്തിൽ ഇസ്രായേലിനെതിരെ കനത്ത ശബ്ദമാണ് ഉയരുന്നത്. അവർ മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന നിലപാട് വരെ ചില ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ. നെൽസൺ മണ്ടേലയുടെ ചെറുമകനായ എൻകോസി സൊലിവെലിയെ മണ്ടാലയാണ് ഇക്കൂട്ടത്തിൽ പ്രധാനി. ഒളിമ്പിക്സിൽ നിന്നും ഇസ്രായേലിനെ വിലക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന അത്ലറ്റുകളും പരിശീലകരും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും അടക്കം 400ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും മണ്ടേല ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫലസ്തീനികളെ കായിക മേഖലയെ ഒന്നാകെ അവർ തച്ചു നിരത്തിയെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടായിരുന്നു ഒളിമ്പിക്സിൽ ഇസ്രായേലിനെതിരെ ശബ്ദമുയർത്തിയത്. ഇതേ സമയത്ത് തന്നെയാണ് പ്രിയങ്കയും ലോകരാജ്യങ്ങളോട് പറയുന്നത് എന്ത് വിധേനയും നിയന്ത്രിക്കണമെന്ന്.